നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ലെങ്കിൽ പോലും കരുതൽ ഉറപ്പായും വേണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നാളെ 7ഓളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് 5ഓളം ജില്ലകളിലും അലർട്ട് പറഞ്ഞിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്ക് ശമനമുണ്ടായെങ്കിൽ പോലും പല ജില്ലയിലും ഇപ്പോഴും മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ സാഹചര്യത്തിലാണ് മഴ മുന്നറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അതിതീവ്ര മഴയ്ക്ക് താൽക്കാലികമായി ശമനമായെങ്കിൽ പോലും പലയിടത്തും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ, അതായത് ജൂൺ 4-ാം തീയതി 7 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ജൂൺ 7 വരെ ബാക്കി ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 3 ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പറഞ്ഞിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പേമാരിയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നതുമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 4 ദിവസമായി ശക്തമായ മഴ തുടരുന്നുണ്ട്. സിക്കിമിലെ ചത്തനാൽ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് തകർന്ന് 3-ലധികം ആളുകൾ മരണപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് കനത്ത മഴയെ തുടർന്നൊരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായത്. ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ളത്. ഏകദേശം 1600ഓളം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടന്നവരെ തിങ്കളാഴ്ച രാവിലെ രക്ഷപ്പെടുത്താനായി സാധിച്ചു. മെയ് 30-ന് ശേഷം കനത്ത മഴയും പിന്നീടുണ്ടായ മണ്ണിടിച്ചിലും കാരണം 380ഓളം കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു സംഘം തീർത്തും ഒറ്റപ്പെട്ട സാഹചര്യമുണ്ടായി. ലാച്ചൻ മേഖലയിൽ 150ഓളം ടൂറിസ്റ്റുകൾ ഇപ്പോഴും തങ്ങുന്നുണ്ട്. അവരെ പ്രത്യേക സുരക്ഷിത മേഖലയിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. ലാച്ചൻ മേഖല എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 2700 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ്. സിക്കിമിനെ കൂടാതെ തന്നെ അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കനത്ത മഴയെ തുടർന്ന് പ്രളയമുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംസ്ഥാനങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 30-ലധികം ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വേദനാജനകമായ മറ്റൊരു വസ്തുതയും. അതേസമയം കേരളത്തിൽ മെയ് മാസം അവസാനം 8 ദിവസം മാത്രം സംസ്ഥാനത്ത് കിട്ടിയത് ശരാശരി 440.5 മില്ലിമീറ്റർ മഴയാണ്. സാധാരണ കിട്ടുന്ന മഴയുടെ ശരാശരിയേക്കാൾ 440% അധിക മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 81.5 മില്ലിമീറ്ററാണ് ഈ കാലയളവിൽ സാധാരണ കിട്ടേണ്ടത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും അധികം മഴ കിട്ടിയത്. 78.2 മില്ലിമീറ്റർ മഴയുടെ സ്ഥാനത്ത് 683.9 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. അതായത് 775% അധിക മഴ കിട്ടി. മാഹിയാണ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ 675.6 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. 779% കൂടുതൽ മഴ കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോടും കാസർഗോഡും തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. രണ്ടിടത്തും 500% മുകളിൽ വർധനമുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരമാണ് ഈ കണക്കിൽ ഏറ്റവും പിന്നിലുള്ളത്. 69.1 മില്ലിമീറ്റർ മഴയ്ക്ക് പകരം 246.3 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. കൊല്ലത്തും 278.4 മില്ലിമീറ്റർ മഴ കിട്ടി. ഒറ്റപ്പെട്ട മഴ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കനത്ത മഴ കിട്ടിയതോടെ ഡാമുകളിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. 9 ദിവസത്തെ മൺസൂൺ മഴ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് വർദ്ധിപ്പിച്ചത് 12%. ഇപ്പോൾ അത് 41.4% നിൽക്കുന്നു. കക്കയം ഡാമിൽ വർദ്ധിച്ചത് 53%. ഇപ്പോൾ 93.5% നിൽക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ഉണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പറഞ്ഞത്. കേരള തീരത്ത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ പാലിക്കുക. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ജലസേചന വകുപ്പ് നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകളും ഇതിനോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടി ഇതിനെയൊക്കെ തന്നെ നോക്കിക്കാണുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.